അപ്പം നിരന്തരമായ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അത് കണ്ണ് തുറന്നും ധ്യാനിക്കാം, കണ്ണടച്ചും. അപ്പോൾ ഉള്ളിലേക്കൊരു ശ്രദ്ധ നമ്മൾ കൊണ്ടുപോവുക. രണ്ടാമത്തത്, എനിക്ക് എൻ്റെ മനസ്സിനെ നിരീക്ഷിക്കാനുള്ള കഴിവ് മാത്രമല്ല, എനിക്കെൻ്റെ മനസ്സിനെ എന്തു ചെയ്യാൻ പറ്റും? നാമജപങ്ങളിലേക്കും മറ്റും തിരിച്ചുവിട്ട് അതിലേക്ക് ലയിപ്പിച്ച് ആത്മസുഖം അനുഭവിക്കാൻ സാധിക്കും. അപ്പം അവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തു. മനസ്സുണ്ടാക്കുന്ന സംഘർഷങ്ങളുടെ ദുഃഖം ഞാൻ മാറ്റി, മനസ്സ് ലയിപ്പിക്കുന്നതിലൂടെ ഒരു സുഖം ഞാൻ കൂട്ടി. അപ്പം എനിക്കെൻ്റെ ജീവിത സുഖം, ആത്മസുഖം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. മൂന്നാമത്തത്, ഇതെല്ലാം എനിക്ക് സാധ്യമാക്കി തീർത്തത് അനന്തമായ ബോധമാണ്. അതിനെക്കുറിച്ചുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് മറക്കരുത് നിങ്ങൾ: നിരീക്ഷിക്കാനുള്ള കഴിവ്, ലയിപ്പിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ബോധത്തിൻ്റെ ശക്തിയാണെന്ന ബോധം ഉറപ്പിക്കാനുള്ള കഴിവ്. ഇത് നമ്മുടെ മനസ്സിൽ അങ്ങനെ നടക്കുമ്പോൾ ക്രമേണ നമുക്ക് തന്നെ ഒരു കാര്യം വ്യക്തമായി. ഈ ലോകത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരിത ദുഃഖങ്ങളുണ്ടെങ്കിലും വ്യക്തികൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും മാറി നിന്ന് പുറത്ത് കടന്ന് അതിൽ നിന്നും മാനസികമായി ഉയരാൻ കഴിവുണ്ട്. അപ്പോൾ ഓരോരുത്തരും നരകം അനുഭവിക്കുന്നതിന് കാരണം അവരിലുള്ള അന്തർലീനമായ നിരീക്ഷിക്കാനുള്ള കഴിവ്, ലയിപ്പിക്കാനുള്ള കഴിവ്, ബോധമാണെന്ന് അറിഞ്ഞ് ഉറപ്പിക്കാനുള്ളൊരു കഴിവിനെ വേണ്ട വിധത്തിൽ അവർ ഉപയോഗിക്കുന്നില്ല, പരിശീലിക്കുന്നില്ല, അതിനെ നേടിയെടുക്കുന്നില്ല. അപ്പം അവനവൻ്റെ നമ്മൾ പറയാം കൈപ്പഴ എന്ന് പറയില്ല, അല്ലെങ്കിൽ ദൗർബല്യം കൊണ്ടാണ്, അവനവൻ്റെ തന്നെ അശ്രദ്ധക്കുറവാണ്, അജ്ഞാനം കൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അത് ചുവന്ന പവിഴമാണ്, എന്ന് വെച്ചാൽ രജോ ഗുണമാണ്. ആ രജോ ഗുണത്തിലേക്ക് അതിലേക്ക് ആ ചിന്തയിലേക്ക് അലിഞ്ഞുപോയാൽ അത് തമോ ഗുണമാണ്. കാരണം എന്താ തമോ ഗുണം എന്ന് പറയാൻ കാരണം? നമ്മുടെ കഴിവിനെ, നമ്മുടെ ശക്തിയെ നമ്മൾ തമോ ഗുണം കൊണ്ട് എന്ത് സംഭവിച്ചു? അതിലേക്ക് അങ്ങോട്ട് മുഴുകുന്നു. നമ്മുടെ കഴിവിനെ നമ്മൾ മറഞ്ഞുപോയി. അപ്പം നമ്മളിൽ സത്വഗുണം വളരെ മങ്ങിപ്പോയി. ഇനി നമ്മൾ പരിശീലിച്ചു വരുമ്പോൾ എന്തായി? സത്വഗുണത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരുമ്പോൾ, രജോ ഗുണം ഉണ്ടെങ്കിൽ പോലും തമോ ഗുണത്തിന് നമ്മളെ മറയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ രജോ ഗുണത്തിൻ്റെ ശക്തിയിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കും. അപ്പം അതിന് ശക്തി തരുന്ന സത്വഗുണത്തെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും നാം മുകളിലേക്ക് ഉയരുന്നതിൻ്റെ പേരാണ് ഷഡ്ചക്ര. 6 ചക്രങ്ങളെ നമ്മൾ ഭേദിക്കൽ. അപ്പം താഴത്തെ ചക്രം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ചക്രങ്ങളാണ്. അതിൽ നിന്നും നമ്മുടെ മനസ്സ് ഉയർന്നു വരുമ്പോൾ സത്വഗുണത്തിൻ്റെ ചക്രങ്ങളായി. അപ്പം സത്വഗുണത്തിൻ്റെ ചക്രം വരുമ്പോൾ നമുക്ക് എന്ത് ഗുണം കിട്ടി? നമുക്ക് എന്തായിരിക്കും പ്രത്യേകത? നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടാവും. ഏത്? ധ്യാന സംസ്കാരമുണ്ടാവും, മനസ്സിനെ ലയിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ടാവും, അതിലൂടെ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടന്ന് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ബോധമാണെന്നൊരു തിരിച്ചറിവ് വന്ന് ഈ പരിശീലനം നമ്മളെ കൊണ്ട് എത്തിക്കും അവസാനം സമചിത്തതയിലേക്ക്. അപ്പം നമ്മൾ ആജ്ഞയിലെത്തി സമചിത്തതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ബോധത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണെന്ന് ഗീതയിൽ കൃഷ്ണൻ ഉറപ്പു തരുന്നുണ്ട്. ഗീതയിൽ 2 സന്ദർഭത്തിൽ കൃഷ്ണൻ അത് പറയുന്നുണ്ട്. ഒന്നാമത്തെ സന്ദർഭം കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ ഇത് പറയുന്നത്.
നിങ്ങൾക്ക് നോക്കാം, അവിടെ ആരുടെ മനസ്സിലാണോ സമചിത്തത വരുന്നത് അവർക്ക് ബോധപ്രാപ്തി അല്ലെങ്കിൽ ബോധത്തിലേക്ക് ലയിക്കാനുള്ള സാധ്യത വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഏതാണ്? 2-ാമത്തെ അധ്യായത്തില് 15-ാമത് ശ്ലോകം. യം ഹിന വ്യതയന്തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം. അവരെ വിളിക്കുന്ന പേര് നോക്കൂ, സമദുഃഖ സുഖം ധീരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമദുഃഖ സുഖം ധീരം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ വരുമ്പോൾ അതിലേക്ക് മാനസികമായി മുഴുകുന്നില്ല. അപ്പൊ സുഖം എന്ന് പറയുന്നത് തമോ ഗുണമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ സുഖം തമോ ഗുണമാവുന്നത്? ആലസ്യത്തിലും മറ്റും കിട്ടുന്നൊരു ഭോഗത്തിൽ കിട്ടുന്ന സുഖത്തിൽ നാം മുഴുകി ഇരുന്നു പോയാൽ അതൊരു തമോ ഗുണമാണ്. കാരണം എന്തുകൊണ്ട് അതിനെ തമോ ഗുണം എന്ന് വിളിക്കുന്നത്? ഈ സുഖം താൽക്കാലികമായി കിട്ടുമ്പോൾ നമ്മളത് അറിയുന്നില്ല. ഇന്ന് കിട്ടിയ സുഖം നാളെ കിട്ടില്ല. അപ്പം നമ്മൾ അസ്വസ്ഥരായി. അതുകൊണ്ടാണ് ഈ കംഫർട്ടിൽ ജീവിച്ചവർക്ക് കംഫർട്ടില്ലാതെ വരുമ്പോൾ അവർ മെൻ്റലി വളരെ അജിറ്റേറ്റ് ചെയ്യുന്നത്. വിജയമല്യ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പം അദ്ദേഹം അവിടുത്തെ ലണ്ടൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്, എനിക്ക് അവിടുത്തെ ഈ ബോംബെയിലുള്ള ജയിലിൽ എയർ കണ്ടീഷൻ റൂം വേണം ജയിലിലേ. അപ്പം അയാൾക്ക് ഇന്ന ബെഡ് വേണം, ടോയ്ലറ്റ് ഇങ്ങനെയുള്ളതായിരിക്കണം, അങ്ങനെയുള്ളതിലേ അതിൽ ടോയ്ലറ്റ് പോകുള്ളൂ എന്ന്. അയാൾക്ക് ലൂസ് മോഷന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഏത് ടോയ്ലറ്റിലും പോയിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലേ? ശരിയല്ലത്? ചക്ക കൊടുത്താൽ മതി, വേറൊന്നും കൊടുക്കണ്ട. എന്നാലോചിച്ച് ആ മനുഷ്യൻ ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള റൂമിലേ ഞാൻ കിടന്നുറങ്ങുള്ളൂ എന്ന്. ഇന്ത്യ ആയതുകൊണ്ട് അയാൾക്ക് ഉറപ്പാണ് വന്നു കഴിഞ്ഞാൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇതാണ് ഓരോരുത്തരുടെ നോക്കൂ. അപ്പം ആ സുഖത്തിൽ ജീവിച്ചിട്ട് താൻ കുറ്റവാളിയായിട്ടും അയാൾക്ക് എന്തിനേറെ പറയണോ? കേരളത്തിൽ നടന്നില്ലേ ഒരു പെണ്ണിനെ കഴുത്തിൽ അമർത്തി എന്തിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ടൊരു എന്ത് ചാമിയ? മണിച്ചാമിയല്ല, എന്താണുള്ള പേര്? ആ പേരൊന്നും നിങ്ങൾ മറക്കരുത്. ഈ ഗോവിന്ദസ്വാമി ജയിലിലുള്ള വാർഡന് എഴുതി കൊടുത്തിരിക്കുകയാണ്, എനിക്ക് ആഴ്ചയിൽ ഒരു 7 ദിവസമെങ്കിലും ബിരിയാണി തരണമെന്ന്. ബാക്കിയുള്ള ദിവസം നിങ്ങൾ വേറെ ചപ്പാത്തിയും കോഴിയൊക്കെ തന്നാൽ മതി, പക്ഷെ 7 ദിവസം എനിക്ക് ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? അപ്പം അയാൾക്ക് ബിരിയാണി വേണ്ടു ഇത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ക്രിമിനൽസിന്. എന്നിട്ട് അതിന് കുറേ പൊട്ടന്മാരുണ്ട് ഇവിടെ. ഈ ക്രിമിനൽസിനോട് മനുഷ്യത്വം കാണിക്കണം എന്ന് പറയുന്ന കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട്. അല്ലേ? ശരിയല്ലത്? ആരോടാണോ ക്രൂരത കാണിച്ചത് അവരോട് മനുഷ്യത്വം കാണിക്കരുത്. ഈ കൊല വിളിച്ചവനോടാണ് അവർക്ക് നിങ്ങൾ ഇത് കൊടുക്കണം. എന്താണ്? മാനുഷികമായ പരിഗണനകൾ കൊടുക്കണത്രേ. ഈ പറയുന്നവനെ ശരിക്കും തൂക്കി നിർത്തണം അതിനുള്ളിൽ. ഇവിടുത്തെ കുറേ കേരളത്തിൽ കുറേ ഇങ്ങനത്തെ കുറേ ബുദ്ധിശാലികളുണ്ട്. എല്ലാറ്റിനും കുറ്റം പറയാം. ഞാൻ പറയുമ്പോൾ ഒന്നും വേണ്ട, ലഡാക്കിൽ ഒരാഴ്ച കൊണ്ടിരുന്നാൽ മതി. ഈ ടിബറ്റൻ ബോർഡറിൽ ലഡാക്കിൽ നല്ല ജനുവരി ഡിസംബർ മാസത്തിൽ പട്ടാളക്കാരുടെ കൂടെ ഒരാഴ്ച ട്രെയിനിങ് കൊടുത്താൽ മതി. പിന്നെ അവൻ നാട്ടിൽ വന്നാൽ ദൈവം പോലെ കാണും പട്ടാളക്കാരെ. മനസ്സിലായില്ലേ? അവൻ അതിൻ്റെ അവസ്ഥ ഒരിക്കലും അറിയില്ല. ഞാനൊരിക്കൽ ഈ സിക്കിം ബോർഡറിൽ നദുല പാസിൻ്റെ അടുത്ത് പോയി. സിക്കിമിൽ നിന്ന് പോകണം. അപ്പം അവിടെ നോമാൻസ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ പോകണം. പട്ടാളക്കാരുടെ കൂടെയാണ് പോയത്, അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോയി അവിടെയൊക്കെ. എൻ്റെ ദൈവമേ, ഞാൻ തന്നെ ഒരു 3 കോട്ട് ഇട്ടിട്ടാണ് പോയത്. തണുപ്പ് ഉള്ളിലേക്ക് അടിച്ച് കയറുകയാണ്. മനസ്സിലായില്ലേ? കണ്ണും മുഖമൊക്കെ മൂടിയിട്ടാണ് പോയിരിക്കണത്. അവിടെയാണ് നമ്മുടെ പട്ടാളക്കാർ പാവം രാത്രിയും പകലും ഉറക്കൊഴിഞ്ഞ് ജീവിക്കുന്നത്. കണ്ടാൽ നമുക്ക് കണ്ണിന്ന് വെള്ളം വരും. വെള്ളമല്ല, ചോര വരും നമുക്ക്. 1 മണിക്കൂർ നിന്നപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് അസ്ഥിപഞ്ജരം പറഞ്ഞു ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ സമാധി പടിയിരുത്തേണ്ടിയിരുന്നു. അത്ര തണുപ്പടിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഈ പട്ടാളക്കാരുടെ ഒരു കട്ടിയുള്ളൊരു വൂളൻ കോത്തുണ്ട്. അപ്പം അതും കൂടെ അതിൻ്റെ മുകളിലിട്ടു ഞാൻ. അത്രയും തണുപ്പ് ഉള്ളിലേക്ക് അടിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുക, കാവൽ നിൽക്കുക. നമ്മൾ തണുപ്പിൽ കുറച്ച് നേരം നിന്നാൽ തന്നെ നമ്മുടെ കാലും
കൈയും മരവിച്ചു പോകും. ഇത് കിടക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ? എന്നിട്ടാണ് ഇവിടെ കടന്ന് 3 നേരം മൃഷ്ടാന്നം അടിച്ചിട്ട് കുറ്റം പറയുക. എന്തൊരു ക്രൂരന്മാരാണ് നോക്കൂ. ഇതുപോലെയാണ് ഈ ക്രിമിനൽസിനോട് ഇത്ര കാരുണ്യമുള്ളവർ. ഒന്നും വേണ്ട, അവരെയൊക്കെ ഒരാഴ്ച കൊണ്ടുപോയി ബോർഡറിലിട്ടാൽ മതി. പിന്നെ അവനവന് ഒരു ജന്മത്തിലും ഒരാളെയും കുറ്റം പറയില്ല. മനസ്സിലായില്ല? എന്തൊരു ക്രൂരത. പോട്ടെ, വിഷയം പറയാം നമുക്ക്. അപ്പം ഈ തരത്തിൽ നമുക്ക് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ഭേദനം ചെയ്ത്, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏതിലേക്ക് കൊണ്ടുവരണം? ഏതെങ്കിലും ഒരു ജപ സാധനയിലേക്കൊക്കെ ഉറപ്പിക്കുമ്പോൾ അതൊരു സമചിത്ത അവസ്ഥയിലേക്ക് വരും. ഏതിലേക്ക്? സമചിത്ത. ആ സമചിത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും മനസ്സിലാക്കണം. സമചിത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രത്തിൽ നാം ലയിച്ച് അത് ആസ്വദിക്കുക. മന്ത്രത്തെ അല്ല ആസ്വദിക്കുന്നത്, ആ ലയമുണ്ടല്ലോ, മനസ്സതിൽ ലയിക്കുന്നൊരു സുഖം കിട്ടുമല്ലോ. ആ ലയത്തെ നമ്മൾ ബോധപൂർവം ഒരു കൊച്ചുകുട്ടി വിരൽ കുടിച്ച് ആസ്വദിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ലയത്തെ ആസ്വദിക്കുക. ആ ആസ്വാദനത്തിൻ്റെ തീവ്രത കൂടിക്കൂടി നമ്മുടെ ശിരകളിലേക്കൊക്കെ അങ്ങോട്ട് കയറി പിടിക്കുമ്പോൾ ഈ കള്ളുകുടിയന്മാർക്കുണ്ടല്ലോ, കള്ളിങ്ങനെ കുടിക്കുമ്പോൾ ഇതിൻ്റെ ലഹരി ഇങ്ങനെ തലയിലേക്ക് പതുക്കെയാണ് അത്ര കയറുക. ഇതുപോലെയാണ് ധ്യാനം. ഒറ്റയടിക്ക് കയറില്ല. ഇതൊരു ലഹരിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഭക്തി ലഹരി, ധ്യാന ലഹരി എന്ന് വിളിച്ചത്. ഇതങ്ങനെ തലയിലേക്ക് കയറി പിടിക്കുമ്പോൾ ഈ ലഹരിയുടെ ഒരു ദൃഢ അവസ്ഥയുണ്ട്. അതൊന്ന് വിട്ടുപോവാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ അതിലങ്ങനെ ഒരു ലയിച്ച് കടന്ന് അത് അനുഭവിച്ച് നമ്മൾ അതിൽ നിന്ന് വിട്ടുപോവാൻ പറ്റാത്തൊരു അഡിക്ഷൻ പോലെ തന്നെ, മദ്യപാനിക്ക് മദ്യത്തോടൊരു അഡിക്ഷൻ ഉള്ളതുപോലെ നമുക്ക് ആത്മസുഖത്തോടൊരു അഡിക്ഷൻ വന്നാൽ അതിൻ്റെ പേരാണ് സമചിത്തത. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം നമ്മൾ. നമ്മുടെ ആത്മസുഖത്തിൽ ഒരു അഡിക്ഷൻ നമുക്ക് വന്നിട്ടുണ്ടോ? അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും അതിലേക്ക് പോവാൻ നിങ്ങൾക്ക് നാച്ചുറലി ഒരു ടെൻഡൻസി വരും. കാരണം നിങ്ങൾക്ക് ആ സുഖത്തിൻ്റെ ഒരു ലഹരി അവിടെ നിങ്ങളുടെ മെമ്മറിയിൽ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ നിന്നൊരിക്കലും ഇനി വിട്ടുപോകാൻ പറ്റില്ല. ആ സുഖം വന്നിട്ടുണ്ടെങ്കിൽ അമൃതത്വായ കൽപ്പതേ, നമ്മൾ 15-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. അപ്പം പറഞ്ഞത് സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ, അവർ അമൃതത്വ പ്രാപ്തിക്ക് അർഹരാണ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ എത്തുമ്പോൾ ബോധത്തിലേക്ക് പൂർണ്ണമായി അവർ ഒന്നാവാനുള്ള ബോധമായി, അവർ ബോധം തന്നെയാണ്, പക്ഷെ പരമബോധം അവരും ഒന്നായി തീരുന്ന ഒരു അവസ്ഥ കൈവരിക്കാൻ ആ ഒരു സ്റ്റേജിലെത്തിയവർക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇതാണ് നമുക്കിവിടെ നേടേണ്ടത്. ഇത് തന്നെ കൃഷ്ണൻ ഗീതയിൽ 12-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവിടെയും ഇത് തന്നെയാണ് കൃഷ്ണൻ ടോപ്പിക്ക് പറഞ്ഞത്. ധ്യാനം, സംനിയമേന്ദ്രിയ ഗ്രാമം. സംനിയമേന്ദ്രിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ ആരാണോ ഇന്ദ്രിയ ഗ്രാമത്തെ സംയമനം ചെയ്യുന്നത്. അപ്പം അതിന് ധ്യാനം വേണം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് അടക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ധ്യാന പ്രക്രിയ. അങ്ങനെ ധ്യാനത്തിൽ നിങ്ങളിനി എന്ത് ചെയ്യണം? ഈ മനസ്സിനെ നിങ്ങൾ നാമത്തിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉറപ്പിച്ച് അതിലേക്ക് നിങ്ങൾ അലിഞ്ഞ് ആ ആത്മശാന്തി നിങ്ങൾ ആസ്വദിക്കുമ്പോൾ, ആത്മസുഖം നിങ്ങൾ അനുഭവിക്കുമ്പോൾ സർവത്ര സമബുദ്ധയ എന്തു വന്നു? ഒരു സമബുദ്ധി വന്നു കഴിഞ്ഞാൽ തേ പ്രാപ്നുവന്തി മാമേവ, ആ അവസ്ഥയിലെത്തിയവർ തേ മാം ഏവ പ്രാപ്നുവന്തി, എന്നെ തന്നെ പ്രാപിക്കും. അപ്പോൾ പരമാത്മപ്രാപ്തി, അതായത് ബോധമായി നമ്മൾ പൂർണ്ണബോധമായി അങ്ങോട്ട് മാറുക. ബോധം തന്നെയാണ് നമ്മൾ, എങ്കിലും പൂർണ്ണബോധമായി അങ്ങോട്ട് മാറുന്നൊരു സ്റ്റേജ് എത്തണമെങ്കിൽ നമ്മളിലുള്ള ആത്മസുഖത്തിൻ്റെ വ്യാപ്തി കൂടി അത് ദൃഢമായാലേ അതിലേക്കെത്താൻ നമുക്ക് സാധിക്കുള്ളൂ.
ഈ ഒരവസ്ഥയുടെ പേരാണ് ഷഡാധാരം കടന്നുപരി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഷഡാധാരത്തെ കടന്നു ചെല്ലുമ്പോൾ വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജ തമോഭേദ ഹരി നാരായണായ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സൃഷ്ടി സ്ഥിതി ലയം ഇതൊക്കെ ഉണ്ടാക്കിയത് മനസ്സിലെ സത്വ രജതമോ ഗുണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സത്വരജതമോ ഗുണങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, അതിൻ്റെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കണം. സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല ഇവിടെ സൃഷ്ടി. പ്രപഞ്ചം അതിൻ്റെ സൂക്ഷ്മതയിലും അതിൻ്റെ സ്ഥൂലതയിലും വികസിച്ചും സങ്കോചിച്ചും ഇരുന്നു കൊണ്ടേയിരിക്കും. അതല്ല സൃഷ്ടി. അതിവിടെ അനസ്യൂതം നടക്കുന്നൊരു പ്രക്രിയയാണ്. സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മവാസനകൾ അല്ലെങ്കിൽ നമ്മളുടെ മുൻപ് അനുഭവിച്ച അനുഭവങ്ങളുടെ വാസനകൾ, ചിന്തകൾ, സ്മരണകൾ വീണ്ടും അതിലെ വാസനകൾ പൂർണ്ണമാവാത്തത് കൊണ്ട്, എന്ന് വെച്ചാൽ അനുഭവിച്ചു തന്നെ അനുഭവിക്കാനുള്ള കൊതിയും ആർത്തിയും ഒക്കെ കിടക്കുന്നത് കൊണ്ട് ഇനി അനുഭവിക്കാൻ പലതുമുണ്ടെന്ന ആ ഒരു ആഗ്രഹമൊക്കെ കിടക്കുന്നതുകൊണ്ട് അത് പൂർത്തീകരിക്കാനായി വീണ്ടും നമുക്കൊരു ശരീരത്തോട് ചേരുന്നതിൻ്റെ പേരാണ് സൃഷ്ടി. ഈ സൃഷ്ടിക്ക് കാരണം എന്താണ്? സത്വരജ തമോ ഗുണങ്ങളാണെന്ന് പറഞ്ഞാൽ, തമോ ഗുണം എന്ത് ചെയ്യുന്നു? ആത്മസുഖത്തെക്കുറിച്ച് നമ്മളെ കാണിച്ചു തരുന്നില്ല. രജോ ഗുണമാണെങ്കിൽ അനുഭവിച്ചു തന്നെ അനുഭവിപ്പിക്കുക എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ അനുഭവിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് ചുറ്റും കാണിച്ചു തരിക. നിങ്ങൾ കൊച്ചുകുട്ടികളെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ കൊച്ചുകുട്ടികളെയും കൊണ്ട് പാർക്കിൽ പോകണം. അപ്പം അതിനൊരു ഊഞ്ഞാല് കളിക്കാൻ കൊടുത്തു. അപ്പം അത് നോക്കുമ്പോൾ മറ്റൊരുത്തൻ കുതിരപ്പുറത്ത് കിടന്ന് ആടുകയാണ്. അപ്പം ഈ ഊഞ്ഞാലിൽ കളിക്കുന്നതിനേക്കാൾ ഒരു സുഖം അവന് തോന്നുന്നത് കുതിരപ്പുറത്താണ്. അപ്പം കുതിരപ്പുറത്തിരിക്കുന്നവൻ അതിൽ നിന്ന് ആട്ടം നിർത്താൻ പറ്റുന്നില്ല. അവനതിൽ പെട്ടുപോയിരിക്കുകയാണ്. അവനെങ്ങനെ മുന്നോട്ട് തൂങ്ങുമ്പോഴേക്കും അത് മുന്നോട്ട് വന്നു. അപ്പോഴേക്കും അത് മുന്നോട്ട് വന്നതിൻ്റെ ഫോഴ്സിൽ അത് പുറകോട്ട് പോയി. അവൻ നോക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഊഞ്ഞാലിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഈ ഊഞ്ഞാലിൽ കയറിയവന് കുതിരപ്പുറത്ത് കയറണം, കുതിരപ്പുറത്ത് കയറിയവന് ഊഞ്ഞാൽ. അപ്പോഴേക്ക് സമയമായി. തള്ളമാര് പിടിച്ച് അമ്മമാര് പിടിച്ച് കൊണ്ടുപോകുമ്പം അവൻ്റെ ഉള്ളിൽ മുഴുവൻ നാളെ ആദ്യം കയറി ഏത് പിടിക്കണം? ഊഞ്ഞാൽ. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഓരോരുത്തരുടെയും സുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതും കൂടെ അനുഭവിച്ചിട്ട് വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ. ഈ അനുഭവം അനുഭവിക്കുന്നതിനിടയിൽ കാറ്റ് പോയാലോ? ആ ചിന്ത വെച്ചിട്ട് വേണം വീണ്ടും അത് പൂർത്തീകരിക്കാൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒന്ന് പരീക്ഷിക്കും, വേറൊന്ന് പ്രതീക്ഷിക്കും, ഒന്ന് പരീക്ഷിക്കും, വേറൊന്ന് പ്രതീക്ഷിക്കും. ഇപ്പം നിങ്ങൾക്കിവിടെ നല്ല വരിക്കച്ചക്കയുണ്ട്, മറ്റേ പഴഞ്ചക്ക, ഓഴച്ചക്ക, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അതുകൊണ്ട് ഈ പഴഞ്ചക്ക കഴിച്ച് ആദ്യം നിങ്ങൾക്ക് അതാ കൊണ്ടു തന്നത്. അത് കഴിക്കുമ്പോഴാണ് പറഞ്ഞത് ദേ വരിക്കച്ചക്ക വരുന്നുണ്ട് എന്ന്. അപ്പോഴേക്കും നിങ്ങളുടെ വയറ് നിറഞ്ഞു പോയി. അപ്പം നിങ്ങൾ പറഞ്ഞു അത് നാളെ നോക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ കാറ്റ് പോയാലോ? ഇനിയൊരു ജന്മം വരണം. ഏതിന്? ഈ ബാക്കിയായ മോഹം തീർക്കാൻ. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ മറ്റേ ചോദിക്കുക, മമ്മി മമ്മി വാട്ട് ഈസ് ദീസ്? കാരണം ഇത് എവിടെയോ കണ്ടൊരു പരിചയം കിടക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സ് ഒന്ന് അനുഭവിക്കും, ഒന്ന് പ്രതീക്ഷിക്കും. ഇതിനൊരു അവസാനം ഇല്ല. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? ആത്മസുഖം എന്നൊരു സുഖം ഉള്ളിലുണ്ടെന്ന് നമ്മളാരും അറിയാതെ പോകുന്നു. അത് തമോ ഗുണം മറയ്ക്കുന്നു. രജോ ഗുണം അനുഭവിച്ച് തന്നെ സത്വഗുണം ഇതാണ് സുഖം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ പിടിച്ചു നിർത്തണം. മനസ്സിലാവുണ്ടല്ലോ? അതിലും വലിയ സുഖം ഇവിടെ ഉണ്ടെന്ന് നമ്മളാരും അറിയുന്നില്ല. എന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു അവസ്ഥ. ഈ പുറത്ത് കാണുന്ന ചെറിയ സുഖങ്ങൾ വലിയ സുഖങ്ങളായി നമ്മൾ കാണുന്നു. അകത്ത് അതിനും വലിയൊരു സുഖം ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളാരും അറിയുന്നില്ല. വലിയൊരു അവസ്ഥയല്ലത്? ആണോ? നിങ്ങളുടെ കാരണവന്മാർ
ഒരു പഴയ തറവാട്ടിലാണ് നിങ്ങൾ ജനിച്ചു വീരിക്കുക. അവർ പണ്ട് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മലബാർ മാപ്പിള ലഹള കാലത്തോ അങ്ങനെയൊക്കെയുള്ള ലഹള ഉണ്ടായിരുന്നില്ലേ, അവരുടെ സകല സ്വത്തും അവിടെ മുറിക്കകത്ത് കുഴിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ചാണകം മെഴുകിയതറിയല്ലേ, അന്നത്തെ കാലത്തൊന്നും ടൈൽസൊന്നും ആയിട്ടില്ലല്ലോ. നിങ്ങൾ അതിൻ്റെ മുകളിൽ ടൈൽസൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കാരണവന്മാരെയൊക്കെ ശപിച്ച്, കഷ്ടം ഈ ചതല് പിടിക്കുന്ന വീടാണല്ലോ, അങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി എന്നുള്ളതല്ല. എന്നിട്ട് നമ്മളതൊക്കെ നല്ല സിമെൻ്റൊക്കെ തേച്ച് ചെത്തി തേച്ച് എന്നിട്ട് നമ്മൾ കടന്ന് ഒരു 10 രൂപയ്ക്ക് വേണ്ടി അലയുകയാണ്, കഷ്ടപ്പെടുകയാണ്. വീട്ടിലാണെങ്കിൽ വേണ്ടത്ര പൈസയില്ല, അങ്ങനെ കഷ്ടപ്പെടുകയാണ്. അതിലേതെങ്കിലും ഒരു കാരണം അവർ ജീവനോടുകൂടി ഇരുന്നില്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഈ പുറത്ത് അലയുന്നതിന് പകരം അകത്ത് മാന്തിയാൽ മതി. കാരണം ഒരു തലമുറയ്ക്കോ 2 തലമുറയ്ക്കോ ജീവിക്കാനുള്ളത് അതിൻ്റെ അകത്ത് കുഴിച്ചിട്ടുണ്ടെന്ന് അറിയാത്തോടത്തോളം കാലം നമ്മൾ ചൊറിയും പറഞ്ഞ് നമ്മളിങ്ങനെ പുറത്ത് 10 രൂപയ്ക്ക് വേണ്ടി അലഞ്ഞു തീർക്കും. എന്നാൽ ഒരു ജീവിതം സുഖമാക്കാനുള്ള നിധി അല്ലെങ്കിൽ അവരുടെയൊക്കെ സമ്പാദ്യം അവർ കുഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഗതി കെട്ടിട്ട് എന്നാൽ പിന്നെ ഈ വീട് വിറ്റേക്കാം എന്ന് കരുതി വല്ലവർക്കും വിൽക്കും. അതുമല്ല ഈ എന്താ പറയുക, പഴയ സാധനങ്ങൾ മേടിക്കുന്നവരായിരിക്കും ഇതൊക്കെ മേടിക്കുന്നത്. കാരണം അവർക്ക് ഈ പഴയ മരം പഴയ സാധനം അവരിത് മാന്തുമ്പോഴാണ് അവർക്കിത് കിട്ടുന്നത്. പിന്നെ അവർ കോടീശ്വരന്മാരാകുമ്പോഴാണ് നിങ്ങൾ ഗമയിൽ പറയാൻ ഞങ്ങളുടെ തറവാട് വിറ്റിട്ടാണ് അവർ കോടീശ്വരന്മാരായത്. നിങ്ങളപ്പോഴും പിച്ചയെടുത്ത് ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് ഫ്ലാറ്റ് ആവുന്നത് വരെ ജീവിച്ചുകൊണ്ടിരിക്കും അല്ലേ? സത്യത്തിൽ എത്ര ആൾക്കാരുടെ പഴയ കാലത്തുള്ള കഥകളാണിത്. പിന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു അനന്തമായൊരു നിധികുംഭം വെച്ചിട്ടാണ് ഒരു അമൃത കലശം, അമൃതത്വായ കൽപ്പതേ, അമൃത കലശം വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷെ ആ കലശത്തിൻ്റെ മുകളിലൊരു കറുത്ത തുണി വെച്ച് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തുണി അവിടെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കലശം അവിടെ കിടക്കുന്നു എന്ന് അറിയുന്നില്ല. ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ രസകരമായൊരു ഇതുണ്ട് അവിടെ, പൂഷൻ അപാവൃണു ഇല്ലേ? ഈശാവാസ്യ ഉപനിഷത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്, ഓർക്കുന്നുണ്ടോ? ഹിരൺമയേന പാത്രേണ സത്യസ്യാപീതം മുഖം. ഹിരൺമയേന പാത്രേണ എന്ന് വെച്ചാൽ ഒരു സ്വർണ്ണ പാത്രം കൊണ്ട് മൂടികൊണ്ട്, ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം, സത്യത്തിൻ്റെ മുഖം പൂഷൻ മൂടിയിരിക്കുകയാണ്. സൂര്യദേവ നീ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് സൂര്യദേവ ആ മൂടിയൊന്ന് മാറ്റിത്തരൂ. തന്നോട് തന്നെ പറയുകയാണ്, തൻ്റെ ജ്ഞാനത്തോട് പറയുകയാണ്, തൻ്റെ നിരീക്ഷണത്തോട് പറയുകയാണ്. തൻ്റെ ഉള്ളിലുള്ള ആ അമൃത ആത്മസുഖത്തിൻ്റെ കലശത്തിൻ്റെ മൂടിയൊന്ന് മാറ്റിത്തരൂ. സത്യധർമ്മമായ ദൃഷ്ടേ, ഞാനതൊന്ന് കാണട്ടെ. ഇപ്രകാരം ആര് കാണുന്നുവോ അവർ തമോ ഗുണഭേദങ്ങളെ തരണം ചെയ്ത് അവർ ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമഃ. ഇതെവിടെയോ ഷഡ്ചക്രോപരി സംസ്ഥിതായേ, ലളിത സഹസ്രനാമത്തിൽ പറയുന്ന പോലെ അവർ ആ ഷഡ്ചക്രോപരി അവർ ഉയർന്നു വരും. ഇപ്രകാരം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കുതക്കൊരുപദേശം തരും ജനനം അറ്റിയിടുമെന്നവനു നാരായണായ നമഃ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കുതക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമഃ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടണം. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്യുന്ന പൊരുൾ എത്തിയിടണം. നമ്മുടെ ഹിന്ദു സംസ്കൃതി, എനിക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളോടുള്ള ഒരു വലിയൊരു ആദരവ്. നമ്മുടെ ഋഷിവര്യന്മാർ ശരിക്കും ശാസ്ത്രബുദ്ധിയുള്ളവരായിരുന്നു.
ശാസ്ത്രബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായി അവരൊന്നും വിശ്വസിച്ചിരുന്നില്ല, അവരൊന്നും എടുത്തിരുന്നില്ല. എല്ലാറ്റിനും അവർ യുക്തിനിഷ്ഠമായ, അവർക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ തക്ക വണ്ണത്തിലുള്ള അതിനൊരു ഉത്തരം അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഏതിനും അവർക്കൊരു ഉത്തരമുണ്ടായിരുന്നു. അതവർ ഉത്തരം എന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലൈൻഡ്ലി പറയുന്ന ഉത്തരമല്ല, അതവർ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഉത്തരമാണ്. അപ്പം സ്വർഗം ഉണ്ടോയെന്ന് വെച്ചാൽ സ്വർഗം ഉണ്ടെന്ന് പറയുന്നത് ബ്ലൈൻഡാണ്. സ്വർഗം ഉണ്ടോയെന്ന് ഒരു ക്രിസ്ത്യൻ ഫാദറോ വാട്ട് ഈസ് എ ഡൗട്ട്, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ബൈബിളിൽ എഴുതി വെച്ചുകൊണ്ട് സ്വർഗം ഉണ്ടെന്ന് പറയുന്നതല്ല, തനിക്ക് അതിൻ്റെ ഒരു അനുഭവമുണ്ടോ, അങ്ങനെ ഒരു സാധനമുണ്ടോ. അപ്പം തനിക്കതിന് അനുഭവം ഉണ്ടാവണമെങ്കിൽ താനത് അറിഞ്ഞ്, ഇപ്പോൾ ഒരു സാധനം എനിക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് അത് തെളിയിക്കാൻ സാധിക്കണം. അപ്പം തെളിയിക്കാൻ പറ്റാത്തതൊന്നും ശാസ്ത്രീയമെന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമായി എന്നുള്ളത് നമ്മുടെ മുന്നിൽ അതൊരു ടെസ്റ്റ് ട്യൂബിലൂടെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമ്പോൾ നമുക്ക് മനസ്സിലായി 2 ഹൈഡ്രജനും 1 ഓക്സിജനും മോളിക്കൂൾ ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടാക്കി നോക്കാമല്ലോ. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ. അങ്ങനെയാണല്ലോ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം അത് തെളിയിക്കാൻ പറ്റുന്നതാണ്, ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നതാണ്, അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ. അവർ ശാസ്ത്രീയമായി തെളിയിച്ചത് മാത്രമേ അവർ സ്വീകരിച്ചിരുന്നുള്ളൂ.